ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ മാത്സ്, കേരള സിലബസ് പ്രകാരമുള്ള 10th ക്ലാസ്സിലെ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിതമെറ്റിക് സീക്വൻസസ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ ഈ അരിതമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ജസ്റ്റ് കുറച്ച് ഫോർമുല, കുറച്ച് കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ നമ്പേഴ്സിനെ പറ്റി പറഞ്ഞു. കുറച്ച് ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് അറിയുന്നവരുണ്ടാവും, മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഈ ടൈപ്പ് നമ്പേഴ്സ് ഏതാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. കാരണം ഈ ഒരു ചാപ്റ്റർ ത്രൂ ഔട്ട് നമുക്കിതെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. സോ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്ന സംഖ്യകൾ. അപ്പോൾ 1 2 3 4 5 6 7 8 9 അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഏതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്നൊന്നും അറിയാണ്ടിരിക്കരുത് കേട്ടോ. 1 മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈവൺ നമ്പേഴ്സ് നമുക്ക് അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ്? 2 4 6 8 കഴിഞ്ഞാൽ രണ്ട് നമ്പർ കൂട്ടുമ്പോൾ 10 വരും, പിന്നെ 12 വരും, പിന്നെ 14 വരും, 16 വരും, അവിടെ നിന്ന് അങ്ങോട്ട്. അങ്ങനെ തന്നെ അറിയുന്ന ഒരു നമ്പറാണ് ഓഡ് നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്? 1 3 5 7 കഴിഞ്ഞാൽ 9 വരും, പിന്നെ 11 വരും, 13 15 17 19 സോ ആണ്, അങ്ങനെ പോകും കേട്ടോ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് 2 3 5 7 11 13. അതായത് നമുക്കിപ്പോൾ 2 എന്നുള്ള നമ്പർ എടുത്തു. 2 എന്നുള്ള നമ്പറിനെ നമ്മൾ ഏതുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റിമൈൻഡർ എത്രയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക? അടിയിൽ 0 ആണ് കിട്ടുക. സോ റിമൈൻഡർ 0 നമുക്ക് എപ്പോഴും കിട്ടണം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ നമ്പറിനെ ഒന്നില്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ 1 കൊണ്ട്, ഇതുകൊണ്ട് 2 കൊണ്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും വേണം. റിമൈൻഡർ എത്ര കിട്ടണം? 0 കിട്ടണം. ഇനി 3യുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3നെ നമുക്ക് ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഒന്ന് നമുക്ക് എന്തായാലും 1 കൊണ്ട് ചെയ്യാം, പിന്നെ 3 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 2 കൊണ്ട് ചെയ്യുമോ? 3നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ നമുക്ക് 0 കിട്ടുമോ? കാണിച്ചു തരാം. 3 2, അപ്പോൾ 2ൽ 1 2, റിമൈൻഡർ 1 വന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ എപ്പോഴും എന്ത് വേണം? 0 വേണം. സോ നമുക്ക് എന്ത് പറ്റും? നമുക്ക് 3 പറ്റും. 3 കാരണം 3ലും 1ലും മാത്രമേ പോകണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 5ൻ്റെ കേസും അതുപോലെ തന്നെ 7ൻ്റെ കേസും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, റിമൈൻഡർ 0 ആയിട്ട് കിട്ടുകയും വേണം. ആ നമ്പർ അല്ലെങ്കിൽ 1 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 4ൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിലോ, 4നെ നമുക്ക് 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ 0 കിട്ടും. പിന്നെ നമുക്ക് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തായി? ആ നമ്പർ കൂടാണ്ടും 1ഉം കൂടാണ്ടും എക്സ്ട്രാ ഒരു നമ്പർ കയറി വന്നു. സോ നമുക്ക് 4 പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സിന് എഴുതാൻ അറിയണം കേട്ടോ. 1 പ്രൈം നമ്പർ അല്ല. 2 3 5 7 11 13. ഇനി ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് പകുതി. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഏതാണെന്നൊക്കെ അറിയാം. 1 2 3 4 ആണെന്നറിയാം. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1ൻ്റെ ഹാഫ് 1/2, 2ൻ്റെ ഹാഫ് എന്താ വരിക? നമുക്ക് 2/2 വരും. പിന്നെ 3ൻ്റെ ഹാഫ് 3/2 വരും. പിന്നെ 4ൻ്റെ ഹാഫ് 4/2 വരും. 4/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് കേട്ടോ. ഓക്കെ, അതേപോലെ 3/2 എന്ന് പറഞ്ഞാൽ 1.5 അത് ഞാൻ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. ഹാഫ് 1 1.5 2 ഇങ്ങനെ എഴുതി, അല്ലെങ്കിൽ മറ്റൊന്ന് എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. ഇപ്പോൾ നാച്ചുറൽ നമ്പർ 2 ആണ് അടുത്ത് വരുന്ന നാച്ചുറൽ നമ്പർ. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 5ൻ്റെ സ്ക്വയർ വരെ 25 ആണ്. അങ്ങനെ കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്, നമുക്കൊരു 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ഇത്ര ടൈപ്പ് നമ്പേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇതെന്താ ബേസിക് ആയിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് അരിതമെറ്റിക് സീക്വൻസ് ഒക്കെ എഴുതാനുള്ള പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എന്താണ് സ്ക്വയേഴ്സ് വെച്ച് എങ്ങനെ നമ്പർ എഴുതുക എന്നൊന്നും അറിയാത്ത ഒരു കുട്ടി പോലും ക്ലാസ്സിലിരിക്കാൻ പാടില്ല. സോ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ടൈപ്പ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് നാച്ചുറൽ
നമ്പേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അറിയണം, ഈവൺ നമ്പേഴ്സ് അറിയണം, ഓഡ് നമ്പേഴ്സ് അറിയണം, പ്രൈം നമ്പേഴ്സ് അറിയണം, അതുപോലെ സ്ക്വയർ നമ്പേഴ്സും കൂടിയും അറിയണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നമ്പർ എഴുതിയില്ലേ, ഞാനിപ്പോൾ എഴുതിയ നാച്ചുറൽ നമ്പേഴ്സ്, ഇതൊരു സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ കുറേ സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അടുത്തത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ട്രയാങ്കിളിൽ എത്ര സൈഡ് ഉണ്ട്? 1 2 3 സൈഡാണുള്ളത്. രണ്ടാമത്തത് എങ്ങനെയാണ്? 1 2 3 4 5 6 ഡോട്ടാണ് കേട്ടോ. ഇത് കോമയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സൈഡല്ല, ഡോട്ടാണ് കേട്ടോ. 6. അപ്പോൾ ആദ്യത്തേൽ 3 വന്നു, സെക്കൻഡ് വന്നപ്പോൾ 6 ആയി. ഇനി തേർഡ് ഫിഗർ കൊടുത്തിട്ടുള്ളതിൽ 1 2 3 4 5 6 7 8 9 10 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയാണ്, ഒരു പാറ്റേൺ പോലെ അല്ലേ, നെക്സ്റ്റ് എന്താവുന്നതാണ് ടെക്സ്റ്റിൽ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ആദ്യത്തതിൽ നമ്മൾ 3 എന്നുള്ളത് 6 ആയി. 3 എന്നുള്ളത് 6 ആവാൻ എത്ര ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്തു. 6 എന്നുള്ളത് 10 ആവാൻ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നു. ഒബ്വിയസ്ലി അടുത്ത് എന്ത് ആഡ് ചെയ്യേണ്ടത്? 10ൻ്റെ കൂടെ 5 ആണല്ലേ ആഡ് ചെയ്യുന്നത്. 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക. അപ്പോൾ 15 എന്ത് വരും? നമുക്ക് 15 ഇങ്ങനെ വരും. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. ഇനി 11 12 13 14 15. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യം. ഇതൊക്കെ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും സീക്വൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ആ ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് വായിക്കുക കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ഒപ്പം വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. From the sequence equilateral triangle, square, regular pentagon and so on of the regular polygons form the following sequences. നമ്പർ ഓഫ് സൈഡ്സ് അവർ കൊടുത്തിട്ടുണ്ട് 3 4 5 6. എന്നിട്ട് അവർ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് അവർ കൊടുത്തിട്ടില്ല. അവർ കൊടുത്തിട്ടുള്ളത് സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്, സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇന്നർ ആംഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഔട്ടർ ആംഗിൾ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഷേപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഷേപ്സ് ഏതൊക്കെ പറയാം? ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ഷേപ്പ് പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിന് എത്ര സൈഡാണ്? 3 സൈഡാണ് വരുന്നതെന്ന് നമുക്ക് അറിയാം. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ ഓഫ് സൈഡ്സിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഏതാണ്? ട്രയാങ്കിൾ. 3 സൈഡുള്ള ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 3 സൈഡിൻ്റെയും ലെങ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഈ 3 സൈഡിൻ്റെയും ഉള്ളിൽ വരുന്ന ആംഗിളും എന്തായിരിക്കും? അതും സെയിം ആയിരിക്കും. അത് ഈക്വലേറ്റർ. പോളിഗൺസ് എന്ന് പോളിഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ ഒക്കെയാണ് പോളിഗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ 3 സൈഡിൻ്റെയും ലെങ്ത്ത്, ഇപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? ഇപ്പോൾ സപ്പോസ് എ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ ഇവിടെയും എ ആയിരിക്കും, ഇവിടെയും എ ആയിരിക്കും. അതാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ആയാലും ഈക്വലേറ്റർ സ്ക്വയർ ആണെങ്കിലും പെൻറ്റഗൺ ആണെങ്കിലും അതിൻ്റെയൊക്കെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ് മുതൽ അറിയണതാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഒരു സൈഡ് ആംഗിൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഓർമ്മപ്പെടുത്തുക, എത്രയാണ്? ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് 60 ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും 60 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും. സോ 3 60 ഇൻറ്റു 3 എന്ന് പറയുന്നത് 180 ഡിഗ്രി. സോ ഒരു ട്രയാങ്കിളുടെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത പോളിഗൺ ആണ് ഈക്വലേറ്ററിലായിട്ട് വരുന്നത്, സ്ക്വയർ ആണ്. നമുക്കറിയാം ഈ ഒരു 1 സൈഡ് എന്ന് പറയുന്ന ആംഗിൾ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, 90 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിക്കണതാ. സോ ഇത് 90 ആണെന്നുണ്ടെങ്കിൽ 90 കേട്ടോ, ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും. ഓക്കെ, സോ 4 സൈഡ്സ് 90 വന്നു. നമുക്ക് 90 ഇൻറ്റു 4 ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതാം. സോ നമുക്ക് സ്ക്വയറിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ എത്ര കിട്ടി? 360 കിട്ടി. അടുത്തത് നമ്മൾ പെൻറ്റഗൺ ആണ്. പെൻറ്റഗൺ എന്ന് പറയുന്നത് 5 സൈഡ്സ് ഉള്ള ഒന്നാണ്. അതിൻ്റെ എല്ലാ ഇപ്പം ഞാൻ വരച്ചത് കറക്റ്റ് അല്ല, അപ്പോൾ എല്ലാ സൈഡ്സിൻ്റെ ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ട്? 5 സൈഡ്സ് ഉണ്ട്. 1 സൈഡ് ആംഗിൾ എന്ന് പറയുന്നത് 108 ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക, ഒരു സൈഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 108 ആണ്.
അപ്പോൾ 5 സൈഡ് ആകുമ്പോൾ 108 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 540 വരും കേട്ടോ, 540 വരും. ഇനി അടുത്തത് ഹെക്സഗൻ ആണ്. ഹെക്സഗന് എത്ര സൈഡാണുള്ളത്? ഹെക്സഗന് 6 സൈഡ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഓർഡർ കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 3, 4, 5, 6 എന്നുള്ളതാണ്. സോ ഹെക്സഗന് നമ്മൾ 6 സൈഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 സൈഡ്സിൽ വൺ സൈഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞിരിക്കുക, 120 ആണ് കേട്ടോ. ഹെക്സഗൻ്റെ ഇൻറ്റീരിയർ വൺ സൈഡിലെ ആംഗിൾ 120 ആണ്. സോ എത്ര സൈഡ്സ് ഉണ്ട് നമുക്ക്? അങ്ങനെ നമുക്ക് 6 സൈഡ് ഉണ്ട്. സോ 120 ഇൻറ്റു 6 ഈക്വൽ ടു 720 എന്ന് ആൻസർ കിട്ടും. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയ ആംഗിൾസ് ഒക്കെ എന്താക്കി എഴുതാം? സീരീസ് ആക്കിയിട്ട് എഴുതാം. സീരീസ് ആക്കുമ്പോൾ ട്രയാങ്കിളിന് കിട്ടിയത് 180 ഡിഗ്രി ആണ്, സ്ക്വയറിന് കിട്ടിയത് 360 ഡിഗ്രി ആണ്, പിന്നെ പെൻറ്റഗന് കിട്ടിയത് 540 ഡിഗ്രി ആണ്, പിന്നെ നമുക്ക് ഹെക്സഗന് കിട്ടിയത് 720 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇതൊരു സീരീസ് പോലെ എഴുതിക്കൂടെ? ഇത്രയേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇത്രയാണ് നമുക്കത് പറയാനുള്ളത്. ഇനി അതിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് ചോദിച്ചിട്ടുണ്ട്. ഇന്നർ ആംഗിൾസ് കാണാൻ ഒരു ഫോർമുലയുണ്ട്, n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസിൽ n എന്തായിരിക്കും? 3 ആയിരിക്കും. സ്ക്വയറിൻ്റെ കേസിൽ n എന്തായിരിക്കും? 4 ആയിരിക്കും. പെൻറ്റഗൻ്റെ കേസിൽ 5 ആയിരിക്കും. ഹെക്സഗൻ്റെ കേസിൽ 6 ആയിരിക്കും. ഓക്കെ, ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിളുടെ സമ്മ് എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഇന്നർ ആംഗിൾ കാണാൻ നമുക്കറിയാം, ഇവിടെ ഒരു ആംഗിൾ കിട്ടിയല്ലേ, അതേ ഡിവൈഡ് ബൈ n, അതായത് നമുക്ക് ടോട്ടൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ആംഗിൾ കിട്ടും. അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ കിട്ടാൻ 360 ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും അരിത്മെറ്റിക് സീക്വൻസ് പ്രോബ്ലംസ് വേറെയാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാൻ പറയുന്നത് ഇതുപോലെ ഷേപ്സ് വെച്ചിട്ടായിരിക്കും. സോ നമുക്ക് അറിഞ്ഞിരിക്കണം ട്രയാങ്കിളിന് 180 ആണ്, സ്ക്വയറിന് 360 വരിക, പെൻറ്റഗൻ ആണെന്നുണ്ടെങ്കിൽ 540 ആണ് വരിക, ഹെക്സഗൻ ആണെന്നുണ്ടെങ്കിൽ 720 ആണ് വരിക എന്ന് അറിഞ്ഞിരിക്കണം. കാരണം പിന്നെ അതുപോലെ പെൻറ്റഗൻ്റെ ഇന്നർ സൈഡ് 108 ആണ്. കാരണം ഇത് രണ്ടും നമുക്ക് അറിയാം, ഹെക്സഗന് 120 ആണ് വരിക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് ആ സീരീസ് എഴുതാൻ പറ്റുള്ളൂ. സീരീസ് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് സീരീസ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രോബ്ലംസിലൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇത് ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. ഇനി അവർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് നമ്മൾ ഇതുപോലെ നമ്പർ സീക്വൻസ് എഴുതാം. ഇപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? 1, 2, 3, 4, 5 എന്നിട്ട് കോമറ്റ് എഴുതുന്ന ഒരു സീക്വൻസ് ആണ്. പക്ഷേ ആ നമ്പർ എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. സോ ഞാനിപ്പോൾ പറയാണ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അറിയണം ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോകുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, റിമൈൻഡർ 1 ആയിരിക്കണം. റിമൈൻഡർ 1 ആയിരിക്കണം. ഏതുകൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ? 3 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് കേസ് അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് കേസ് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യേണ്ടത് 1നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1നെ ഞാൻ സൈഡിൽ ചെയ്യുന്നുണ്ട്. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും 1 നമുക്ക് കിട്ടില്ല. സോ നമ്മളിവിടെ ഒരു എക്സ്ട്രാ 0 ഇട്ട് കൊടുത്തു. അതിന് പകരം ആ 0 പോയിൻ്റ് അവിടെ ഇടണം. അപ്പോൾ 3ൽ 10 കിട്ടുമോ? ഇല്ല, പകരം 9 കിട്ടും. ഈക്വൽ ടു 9. റിമൈൻഡർ ഇവിടെ എന്ത് വരും? 1 വരും. ഓക്കെ, റിമൈൻഡർ 10 മൈനസ് 9 എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പറാണ് പറ്റുക എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ നമുക്ക് കിട്ടേണ്ടത്? റിമൈൻഡർ 1 കിട്ടണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ 1 കിട്ടുന്നുണ്ട് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് 1 കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് 2 ചെക്ക് ചെയ്യാം. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണല്ലേ. നമ്മൾ കുറേ നേരം ഒരു നമ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, സൈഡിൽ പോയി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിന് ഈസി ആയിട്ടൊരു ഫോർമുല ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. ഞാൻ ജസ്റ്റ് 2 ചെക്ക് ചെയ്യുക. 2നെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. 2 ഉള്ളിലിടുക. 3 വലിയ സംഖ്യയാണല്ലേ, നമുക്ക് എന്തായാലും ഡിവൈഡ് ചെയ്ത് പോവില്ല. സോ നമ്മൾ 2ൻ്റെ അപ്പുറത്ത് ഒരു 0 ഇട്ടാൽ നമുക്ക് അതിന് എന്ത് വായിക്കാം? 20 എന്ന് വായിക്കാം. പകരം നമ്മളിവിടെ 0 പോയിന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അവിടെ പോയിന്റ് വേണം. 3ൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 20 കിട്ടുമോ? ഇല്ല, പകരം നമുക്ക് കിട്ടുന്നത് 18 ആണ് അല്ലേ.
3 ഇൻറ്റു 6 നമുക്ക് 18 കിട്ടും. റിമൈൻഡർ 2 ആ. അപ്പോൾ നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്കൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, റിമൈൻഡർ 1 വരാൻ പാടുള്ളൂ. സോ നമുക്ക് 2 എന്നുള്ള നമ്പർ പറ്റില്ല. അടുത്ത് നമ്മൾ 3 തന്നെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 3നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണു? 3 കൊണ്ട് തന്നെ. 3നെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടുക. അപ്പോൾ അതും പറ്റില്ല. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന നമ്പർ 4 ആണ് കേട്ടോ. 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3ൽ 3 ഒരു വട്ടം 3, അപ്പോൾ റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത് കിട്ടിയ നമ്പർ ഏതാണ്? 4. അപ്പോൾ നമുക്ക് 1 കിട്ടി. ഈ സീക്വൻസിൽ 4 വന്നു. സോ ഞാനിങ്ങനെ ഓരോ നാച്ചുറൽ നമ്പേഴ്സ് ഇട്ടിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാണ്. കുറച്ച് പാടുള്ള പണിയാണ്. നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആയിപ്പോവും. ഇപ്പോൾ എക്സാമിനൊക്കെ ഒരുപാട് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത് തന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടൊരു ഫോർമുല ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ആ സീക്വൻസ് ഇങ്ങനെയാണ് വരിക. 1 വരും, പിന്നെ 4 കിട്ടുമെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് നമുക്ക് കിട്ടുക 7 ആണ്, പിന്നെ അടുത്ത് കിട്ടുക 10 ആണ്, അടുത്ത് കിട്ടുക 13 ആണ്, അടുത്ത് കിട്ടുക 16 ആണ്. ആ സീരീസ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഏത്? റിമൈൻഡർ 1 കിട്ടിയിട്ട് ഡിവിഷൻ ബൈ 3 ചെയ്യുമ്പോൾ അതിനൊരു ഫോർമുല എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ, 3n+1 ആണ്. കാരണം ഈ 3n എന്ന് പറയാൻ കാരണം ഇവിടെ ഏതുകൊണ്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്യണത്? 3 കൊണ്ടാണ്. സോ 3n, അങ്ങനെയാണ് ഇവിടെ 3n വന്നത്. +1 പറയാൻ കാരണം എന്താണ്? നമ്മൾ റിമൈൻഡർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1 ആയതുകൊണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ ഡിവിഷൻ ചെയ്യണത് ഏതാണോ അത് ആദ്യം എഴുതുക, അതിൻ്റെ കൂടെ n, 3n പ്ലസ് നമ്മൾ ഏതാണ് റിമൈൻഡർ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുള്ളത്? 1 ആണ്. സോ നമ്മുടെ ഫോർമുല അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഇനി ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? n = 0, 1, 2, 3, 4, 5 അങ്ങനെ എങ്ങനെ പോവാം. അപ്പം ഞാൻ ഓരോന്ന് ചെക്ക് ചെയ്തു. 3n, എന്നിൻ്റെ സ്ഥാനത്ത് ആദ്യം ഞാൻ 0 ആണ് ഇട്ട് കൊടുക്കുന്നത്. 3 × 0 + 1. 3 × 0 എത്രയാണ്? 0 ആണ്. 0 + 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ കിട്ടി. അടുത്ത് ഞാൻ എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ 3 × 1 + 1. അപ്പോൾ 3 × 1 എന്ന് പറയുന്നത് 3 ആണ്. 3 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അടുത്തത് നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. കണ്ടോ, ഞാനിവിടെ പറഞ്ഞ നമ്പറാണ് കേട്ടോ. 3 × 2 + 1. 3 × 2 6 ആണ്. 6 + 1 7 ആണ്. അടുത്തത് എന്നിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 3 + 1 = 3 × 3 9, 9 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ നമുക്ക് ആ സീരീസ് കിട്ടിയില്ലേ? നോക്കിയേ, 1, 4, 7, 10. ഞാനിവിടെ ബാക്കിയും കൂടെ എഴുതിയിട്ടുണ്ട്. 13, 16 എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഈ ഫോർമുലയിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ നമ്പറും സൈഡിൽ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് ശരിയാണോ, ഇതിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഫോർമുല എങ്ങനെ കിട്ടണമെന്ന് ഇനി ഡൗട്ട് അടിക്കേണ്ട. നമ്മൾ ഡിവിഷൻ ബൈ ഏതാണ്? 3 ആണ്. സോ 3 എഴുതി, അതിൻ്റെ കൂടെ തന്നെ n ഇട്ട് കൊടുക്കുക. 3n പ്ലസ് നമ്മൾ ഏതാണ് റിമൈൻഡർ ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞത്? 1 ആയതുകൊണ്ട് അവിടെ 1 ഇട്ടു. ഇനി അടുത്ത ഒരു കേസും കൂടി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ പാർട്ട് 1 ആയിട്ടുള്ളൂ കേട്ടോ. ആൻഡ് ദ സീക്വൻസ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2. ഇവിടെ നമ്മൾ എന്ത് കിട്ടണം? റിമൈൻഡർ 2 കിട്ടണം. പക്ഷേ ഡിവൈഡ് ചെയ്യുന്നത് ഏതുകൊണ്ട് തന്നെയാണ്? 3. നമുക്ക് ഇനി ഞാൻ ആദ്യം ചെയ്ത പോലെ സൈഡിൽ ഓരോ നാച്ചുറൽ നമ്പേഴ്സ് എഴുതി അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിവിഷൻ ബൈ 3 ആയതുകൊണ്ട് ഫോർമുല എങ്ങനെ വരും? 3n പ്ലസ് നമ്മളെ റിമൈൻഡർ എത്രയാണ്? ഇവിടെ വന്നിട്ടുള്ള റിമൈൻഡർ എത്രയാണ്? 2 ആണ്. സോ 3n + 2. അപ്പോൾ ഇതിൽ ഈ n എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക. n എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5 അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്പേഴ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ ഇടാൻ പോണത്? 0 ആണ് ഇടാൻ പോണത്. സോ 3n എന്ന് പറയുന്നത് 3 × n എന്നാണ് അതിൻ്റെ മീനിങ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് ആദ്യം നമ്മൾ 0 ഇട്ടു. 3 × 0 + 2. 3 × 0 എന്ന് പറയുന്നത് 0 ആണ്. +2 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അടുത്തത് 3 × 1 + 2. 3 × 1 എന്ന് പറയുന്നത് 3 ആണ്. 3 + 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. അടുത്തത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3 × 2 6 ആണ്. 6 + 2 8 വന്നു. അടുത്തത് നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുകയാണ്. സോ 3 × 3 9, 9 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്.
അടുത്ത എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 4 ഇട്ട് കൊടുത്തു. 3 × 4 + 2 ഓക്കെ 14 വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സീരീസ് എഴുതാനുള്ള ഒരു 5 നമ്പർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടോ 2, അതന്നെയല്ലേ ഞാനിവിടെ എഴുതിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 2, 5, 8, 11, 14. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാണ്ട് ഈ ഫോർമുല എഴുതാൻ പഠിക്കുക. ഏതിനെയാണോ ഡിവൈഡ് ചെയ്യണത് ആ നമ്പറിൽ ഏതുകൊണ്ടാണ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണത് അതേ ഇൻറ്റു n പ്ലസ് റിമൈൻഡർ ഏതാണ് അത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ആ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്ത് ചെയ്യാം, പ്രോബ്ലം നീങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ the sequence of natural numbers with the last digit 1 or 6. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതിന്ന് അങ്ങോട്ട് വലുതിലേക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതണം. പക്ഷേ എങ്ങനെയാണ് നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാ പഠിപ്പിച്ചത്, ഇപ്പം തന്നെ പറഞ്ഞ സെയിം പ്രോബ്ലം തന്നെ വേറെ ഒരു നമ്പർ വെച്ച് ചോദിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ എന്താണ്, നാച്ചുറൽ നമ്പേഴ്സാണ്. പക്ഷെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 അല്ലെങ്കിൽ 6 ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 6 ആയിരിക്കണം. അതെന്താണ്, ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 1. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഇപ്പോൾ 1 എന്നുള്ള നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഇനി ലാസ്റ്റ് 6 എന്നുള്ള നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്നത് ഏതായിരിക്കും, ചിന്തിച്ചാൽ തന്നെ അറിയാം അല്ലേ, 11. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണെങ്കിൽ അടുത്ത് ചെക്ക് ചെയ്യുക, അത് 16 ആയിരിക്കും. പിന്നെ 21, 26, 31, 36 ഇങ്ങനെയായിട്ട് നമുക്ക് ജസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ എഴുതി പോവാം. അല്ലെങ്കിൽ നമുക്ക് 10n + 1 or 10n + 6 എന്നുള്ള ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് അരിതമാറ്റിക് സീക്വൻസ് എന്താണെന്ന് ഉള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് അരിതമാറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ നമ്പർ പഠിച്ചു, ഓഡ് നമ്പർ പഠിച്ചു, ഈവൺ നമ്പർ പഠിച്ചു, ഞാൻ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സ് ഇതൊക്കെ എഴുതുന്ന ഒരു നമ്പർ സീക്വൻസ് ആണെന്ന് പറഞ്ഞു. സോ എന്താണ് അരിതമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ 1 എഴുതി, പിന്നെ 3 എഴുതി, 5 എഴുതി, 7 എഴുതി, ഞാൻ ഓഡ് നമ്പേഴ്സ് ആണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് നമുക്ക് 3 കിട്ടിയത്, 3ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് നമുക്ക് 5 കിട്ടിയത്, 5ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് നമുക്ക് 7 കിട്ടിയത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും നമ്മൾ കൂട്ടുന്ന നമ്പർ എല്ലാം സെയിം ആണ്. സോ അങ്ങനെ എഴുതുന്ന, അതായത് നമുക്ക് തോന്നിയ പോലെ 1 എഴുതിയിട്ട് ഇപ്പോൾ 7 എഴുതുക, പിന്നെ അല്ലെങ്കിൽ 9 എഴുതുക, അങ്ങനെ എഴുതുന്നതല്ല. നമ്മൾ കൂട്ടുന്ന നമ്പർ അല്ലെങ്കിൽ നമ്മൾ കുറച്ചാണ് എഴുതുന്നതെങ്കിൽ കുറയ്ക്കുന്ന നമ്പർ സെയിം ആയിരിക്കും. ഇപ്പോൾ 2 ആണെങ്കിൽ 2 ആയിരിക്കണം, 5 ആണെങ്കിൽ 5 ആയിരിക്കണം. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അരിതമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ അരിതമാറ്റിക് സീക്വൻസ്, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിയൽ ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. സോ അവിടെ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇതിലുള്ള ഓരോ നമ്പേഴ്സിനെ പറയുന്നതാണ് ടേംസ് എന്ന്. ഇപ്പം ഞാൻ എഴുതി ഓഡ് നമ്പേഴ്സ് എഴുതിയിട്ടോ, ഞാൻ ഇപ്പോൾ ഒരു ഓഡ് നമ്പേഴ്സ് കാണിച്ചു തരാം. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9, 11. സോ ഇതിൽ ഈ 1, 3, 5, 7, 9, 11നെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൊത്തം എഴുതുന്നതിനാണ് അരിതമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം. സോ ഈ 1 3 ആവാൻ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 3 - 1 ചെയ്ത് നോക്കുമ്പോൾ 2 കിട്ടും, 5 - 3 ചെയ്ത് നോക്കുമ്പോൾ 2 കിട്ടും, 7 - 5 ചെയ്ത് നോക്കുമ്പോൾ 2 കിട്ടും, 9 - 7 ചെയ്ത് നോക്കുമ്പോൾ 2 കിട്ടും, 11 - 9 ചെയ്യുമ്പോൾ 2 കിട്ടും. നമ്മൾ ഈ ഡിഫറൻസ് കാണാൻ നമ്മൾ മൈനസ് ചെയ്യാണ് കേട്ടോ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എത്ര കൂട്ടിയപ്പോഴാണ് അത്ര കിട്ടിയതെന്നും കൂടി ചിന്തിച്ചാൽ മതി. സോ ഇവിടുത്തെ കോമൺ ആ വേർഡിലുണ്ട്, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എല്ലാം കോമൺ ആണല്ലേ.
2. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് 2 ആണ്. ഇനി വേറെ സീക്വൻസ് എഴുതുമ്പോൾ 3യുടെ വരും, 4ന്റെ വരും, 5ന്റെ വരും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതിലെ നമ്പേഴ്സ് എഴുതിയിട്ടുള്ള നമ്പേഴ്സിനെയാണ് ടേംസ് എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അതിനെ റിലേറ്റ് ചെയ്ത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. Check whether each of the sequence given below are arithmetic sequence. കുറച്ച് ക്വസ്റ്റ്യൻസ് സബ്ബായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ സീക്വൻസ് എഴുതിയിട്ട് അത് അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആണെങ്കിൽ തന്നെ അതിൻ്റെ കോമൺ ഡിഫറൻസും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പം ഞാൻ ആദ്യം കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു. അതെന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ നേരത്തെ പോയിട്ട് സൈഡിൽ പോയിട്ട് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഡിവിഷൻ ബൈ 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഫോർമുല എഴുതാം അല്ലേ. ഡിവിഷൻ ബൈ 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4n പ്ലസ് റിമൈൻഡർ എത്രയാ? 1. നമുക്ക് ഫോർമുല കിട്ടി. ഇനി n എന്ന് പറയുന്നത് എന്തൊക്കെയാവുന്ന പഠിപ്പിച്ചുള്ളത്? 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, അങ്ങനെ ആവാം. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഞാനിപ്പോൾ സീക്വൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആൻസർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് കാണിച്ചു തരാം. ഫോർമുല എന്താണ്? 4n + 1. ഇനി ഈ ഫോർമുല എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കരുത്. ഓരോ ക്വസ്റ്റിനും ഓരോ ഫോർമുലയാണ്. ഫോർമുല നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ്? ഡിവിഷൻ ബൈ 4 എന്ന് പറയുമ്പോൾ 4. ചെറിയ ക്ലാസ്സിലൊക്കെ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. 4n പ്ലസ് റിമൈൻഡർ എത്രയാണ്? 1 ആണല്ലേ. ഈ എന്നിന് നമ്മൾ എന്തൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കാം, 1 ഇട്ട് കൊടുക്കാം, 2 ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക, 5. ഒരു 5-6 നമ്പർ എഴുതിയാൽ മതി കേട്ടോ. സീരീസ് കുറേ നമ്പർ എഴുതിയിട്ട് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ എന്നിന് എത്ര ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 0 ഇട്ട് കൊടുക്കാം കേട്ടോ. 4 × 0 + 1 = 1 കിട്ടും അല്ലേ. കാരണം 4 × 0 എന്ന് പറയുന്നത് എന്താ? 0 ആണ്. പിന്നെ അവിടെ ആകെ 1 ഉള്ളൂ. അടുത്ത് നമ്മൾ 1 ആണ് ഇട്ട് കൊടുക്കാൻ പോണേ. 5 വന്നു, 9 വന്നു, 13. ഇതെങ്ങനെയാണ് 13 കിട്ടിയെന്ന് അറിയോ? 4 × 3 12, 12 + 1 13. 4 × 4 + 1 16 + 1 17. ഓക്കെ, ഒരെണ്ണം കൂടി ഞാൻ എഴുതാം. 4 × 5 20 ആണ്, +1 21. അപ്പോൾ നമുക്ക് സീരീസ് എഴുതിക്കൂടെ? ഏതൊക്കെ സീരീസ് വരിക? 1 5 9 13 17 21. ഇത് ഞാനിവിടെ എഴുതി വെച്ച്, ഞാൻ മുന്നേ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആൻസർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സീരീസ് മാത്രം കിട്ടിയാൽ പോരാ. ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ മൈനസ് ചെയ്യാം. 5 ന്ന് 1 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഇനി 9 ന്ന് 5 മൈനസ് ചെയ്തപ്പോഴും നമുക്ക് 4 കിട്ടി. ഇനി 13 ന്ന് 9 മൈനസ് ചെയ്യുമ്പോഴോ അപ്പോഴും നമുക്ക് 4 തന്നെയാണ് കിട്ടുന്നത്. 17 ന്ന് 13 മൈനസ് ചെയ്യുമ്പോഴും 4, 21 ന്ന് 17 മൈനസ് ചെയ്യുമ്പോഴും 4. സോ നമ്മൾക്ക് ഇവിടെ ഡിഫറൻസ് സെയിം ആണ് അല്ലേ. സോ അപ്പം നമുക്ക് എന്ത് എഴുതാം? കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അത് സെയിം ആണ്. സോ ദിസ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ക്ലോസ് ചെയ്യാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലേ. അടുത്തത് നമ്മളടുത്ത് സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? റിമൈൻഡർ 1ഉം പറഞ്ഞിട്ടുണ്ട്, 4ഉം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി അപ്പോൾ നമ്മൾ 1ൻ്റെ ഒരു ഫോർമുല ഒരു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, 2ൻ്റെ ഒരു സൈഡിൽ എഴുതി വെച്ചിട്ട് എന്നിട്ട് ആ 2 നമ്പറും കൂടി ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം സീരീസ് എഴുതാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർമുല എഴുതാം. 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത്? റിമൈൻഡർ 1 ആയിട്ട് നോക്കുമ്പോൾ ഡിവിഷൻ ബൈ 4 അപ്പോൾ ഫോർമുല എന്ത് വരും? 4n + 1 വരും. ഇനി റിമൈൻഡർ 2 ചോദിച്ചെങ്കിൽ ഫോർമുല എന്ത് വരും? 4n + 2 വരും. രണ്ടും നമ്മൾ സെപ്പറേറ്റ് എഴുതണം കേട്ടോ. 4n ഇതൊക്കെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ്. 4 × 0 + 1 = 1. 4 × 1 + 1 = 5.
4 into 2 plus 1 equal to 9. 4 into 3 plus 1 equal to 13. 4 into 4 plus 1 equal to 17. ഓക്കെ, ഇനി നമുക്ക് ഇത് എഴുതാം. ജസ്റ്റ് ഇതിന് ഇത്ര മതി. ഇനി 4n plus 2ൻ്റെ എഴുതാം. 4 into 0 plus 2 equal to 2. 4 into 1 plus 2 equal to 6. 4 into 2 plus 2 equal to 10. 4 into 3 plus 2 equal to 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എഴുതി. ഇനി നമുക്കിത് ക്ലബ്ബ് എഴുതാം അല്ലേ, കാരണം ഇത് ഓർഡറിൽ എഴുതണം. നമുക്ക് ഈ ഒരു സൈഡ് മാത്രം എഴുതിയാൽ പോരാ, ഇതും ചെയ്യണം. രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എന്താ, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ എന്തായാലും 1 വരിക. 1 കഴിഞ്ഞ് 5 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 2 എഴുതിയിട്ട് വേണം അല്ലേ. സോ 2, പിന്നെ നമുക്ക് 5 എഴുതാം, പിന്നെ നമുക്ക് 6 എഴുതാം, പിന്നെ നമുക്ക് 9 എഴുതാം, പിന്നെ നമുക്ക് 13 എഴുതാം, പിന്നെ നമുക്കിവിടെ 9 കഴിഞ്ഞാൽ 10 ഉണ്ട് കേട്ടോ. 9 കഴിഞ്ഞാൽ 10 ഉണ്ട്, 13 കഴിഞ്ഞാൽ 14. ഇത്രയും എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എഴുതിയിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് ചെക്ക് ചെയ്യാം. 2ന്ന് 1 പോയി കഴിഞ്ഞാൽ അവിടെ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. 5ന്ന് 2 പോയി കഴിഞ്ഞാൽ അവിടെ എത്ര ഡിഫറൻസ് വരുന്നത്? 3 ആണ് വരുന്നത്. 6ന്ന് 5 പോയി കഴിഞ്ഞാൽ 1. 9ന്ന് 6 പോയി കഴിഞ്ഞാൽ 3. 10ന്ന് 9 പോയി കഴിഞ്ഞാൽ 1. 13ന്ന് 10 പോയി കഴിഞ്ഞാൽ 3. 14ന്ന് 13 പോയി കഴിഞ്ഞാൽ 1. പക്ഷേ ഇവിടെ എങ്ങനെയാണ് 1 3 1 3 1 3 ആയിട്ടാണ് ഡിഫറൻസ് എടുക്കുന്നത്. കോമൺ ഡിഫറൻസ് സെയിം ആണോ? അല്ല. സോ ദിസ് ഈസ് നോട്ട് ആൻ അരിതമെറ്റിക് സീക്വൻസ് കേട്ടോ. ഓക്കെ, AP. അപ്പോൾ നമുക്ക് ഹിയർ കോമൺ ഡിഫറൻസ് ഈസ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് സെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്പർ വെച്ചിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ അത്. അടുത്തത് നമുക്ക് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമ്മൾ ഇനിയും അറിഞ്ഞിരിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലും നമ്മളിത് അറിഞ്ഞിരിക്കണം, കാരണം ഇടയ്ക്ക് വരും. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഞാൻ അത്ര എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 4ന്ന് 1 മൈനസ് ചെയ്താൽ 3. 9ന്ന് 4 മൈനസ് ചെയ്താൽ എത്രയാ? 5 ആണ് വരുന്നത്. 16ന്ന് 9 മൈനസ് ചെയ്താൽ 7 ആണ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല, കോമൺ ഡിഫറൻസ് അവിടെയും സെയിം ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്തത് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ഏതാണെന്നറിയാം? 1 2 3 4 5 ആണെന്നറിയാം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അത് തലതിരിച്ച് എഴുതുക. അതായത് 1ന് നമുക്ക് ഇപ്പോൾ 1ൻ്റെ മേലെ നമ്മൾ 1 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1 വെറുതെ 1 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? 1 എന്നാ. ഇപ്പോൾ വെറുതെ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 2/1 എന്നും കൂടി അതിന് മീനിങ് ഉണ്ട്. അപ്പോൾ അത് തലതിരിച്ച് എഴുതുക. അപ്പോൾ 2ന് തലതിരിച്ച് എഴുതിയാൽ 1/2 വരും. 3ന് ആണെങ്കിൽ 1/3 വരും, 1/4 വരും, 1/5 വരും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ആദ്യം നമുക്ക് 1/2 മൈനസ് 1/1 നോക്കാം. 1 × 1 1 ആണ്, മൈനസ് 2 × 1 2 ആണ്, ബൈ 2 × 1 2 വരും. അപ്പോൾ നമുക്കിവിടെ -1/2 ആണ് ഇവിടെ കിട്ടിയത് കേട്ടോ. ഇവിടെ -1/2 കിട്ടിയത്. ഇനി നമുക്ക് ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്കാം. 1/2 മൈനസ് 1/3 ചെയ്ത് നോക്കാം കേട്ടോ. 3 മൈനസ് 2 × 1 എന്ന് പറയുന്നത് 2 ആണ്, 2 × 3 6 ആണ്, 3 മൈനസ് 2 അപ്പോൾ അപ്പോഴും നമുക്ക് കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടുന്നില്ല. സോറി, 1/3 മൈനസ് 1/2 ആണ് കേട്ടോ ചെയ്യേണ്ടത്. 1/3 ആണ് രണ്ടാമത്തേന്നാണ് ചെയ്യേണ്ടത്. 1/3 മൈനസ് 1/2.
അപ്പോൾ -1/6 ആണ് വന്നത്, -1/6 ആണ് വന്നത്. സോ നമുക്കവിടെ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. അടുത്ത പവേഴ്സ് ഓഫ് 2 ആണ്. 2ൻ്റെ പവേഴ്സ് 2ൻ്റെ മേലെ 1 ഇട്ട് കൊടുക്കുമ്പോൾ 2 തന്നെ കിട്ടുക. 2ൻ്റെ പവർ എന്ന് പറഞ്ഞാൽ മേലെ ഇട്ട് കൊടുക്കുന്നത്. 2ൻ്റെ മേലെ 2 ഇട്ട് കൊടുത്താൽ നമുക്ക് 2^2 എന്നാണ് അതിനെ പറയുക. അത് 4 ആണ് അതിൻ്റെ ആൻസർ വരിക. 2^3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 2^3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2. 2^4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 എന്നാണ് അതിൻ്റെ മീനിങ് വരിക കേട്ടോ. സോ അപ്പോൾ ആ സീരീസ് ഞാൻ എഴുതി. അപ്പോൾ 4ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 8ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ അവിടെ 4 ആണ്. 16ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? 8 ആണ്. 32ൽ നിന്ന് 16 പോയി കഴിഞ്ഞാൽ അവിടെ 16 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അവിടെയും കോമൺ ഡിഫറൻസ് നമുക്ക് സെയിം അല്ല കേട്ടോ. അടുത്തത് ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ് എഴുതാം. അപ്പോൾ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1ൻ്റെ ഹാഫ് 1/2, 3ൻ്റെ ഹാഫ് 3/2, 5ൻ്റെ ഹാഫ് 5/2, 7ൻ്റെ ഹാഫ് 7/2, 9ൻ്റെ ഹാഫ് 9/2. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അത് അരിതമാറ്റിക് സീക്വൻസ് ആണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.